നമസ്കാരം. ട്വിസ്റ്റുകളുടെ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഒടുവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തന്നെ എന്ന് ഉറപ്പിക്കാറായിരിക്കുന്നു. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് ലഞ്ച് തുടങ്ങുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തന്നെ, നേരിട്ട് വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉടൻ ഡൽഹിയിലെത്താൻ നിർദ്ദേശം. മോദിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്ന് സുരേഷ് ഗോപി. മൂന്നാം മോദി സർക്കാർ ഇന്ന് അധികാരമേൽക്കും. നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ 30 മന്ത്രിമാർ. മോദിക്കിത് മൂന്നാം ഊഴം. രാവിലെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണം കിട്ടിയില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി. ചിലപ്പോൾ സർക്കാരുകൾ ഒരു ദിവസം മാത്രമേ നിലനിൽക്കൂ, എന്തും സംഭവിക്കാം. ഈ സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്ന് ആർക്കറിയാമെന്നും മമതാ ബാനർജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കും. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഖാർഗെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് ഇന്ത്യ മുന്നണി നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തീരുമാനം. സത്യപ്രതിജ്ഞയോട് അനുബന്ധിച്ച് ഡൽഹിയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. നടപടി ചടങ്ങിനെത്തുന്ന വിദേശ അതിഥികളുടെ ഉൾപ്പെടെ യാത്ര സുഗമമാക്കാൻ. രാഷ്ട്രപതി ഭവന് സമീപമുള്ള റോഡുകൾ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെ അടച്ചിടും. തൃശൂരിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ബസ് ഇടിച്ചു കയറിയ സംഭവത്തിൽ ഇടപെട്ട ഗതാഗത വകുപ്പ്. പ്രതിമ ഗതാഗത വകുപ്പ് തന്നെ പുനഃസ്ഥാപിക്കും. മന്ത്രി KB ഗണേഷ് കുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ടെന്നും ഗൗരവമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി K രാജൻ. വിദ്വേഷ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും കൂടുതൽ സിഗ്നൽ ലൈറ്റുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കുമെന്നും മന്ത്രി. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ വൃക്ക ദാനം ചെയ്ത ഷമീറിനെ മാപ്പുസാക്ഷിയാക്കും. ഷമീറിനെ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കയറ്റിവിട്ടത് രാമപ്രസാദ് ഗോണ്ട. അവയവദാനത്തിന് ശേഷം 6 ലക്ഷം രൂപ നൽകിയെന്നും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും മൊഴി. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച കുടുംബത്തിന്റെ സംസ്കാരം ഇന്ന്. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച ശേഷം ചടങ്ങുകൾ. തീപിടിച്ചത് AC-യിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ച മൂലമെന്ന് പ്രാഥമിക നിഗമനം. കോഴിക്കോട് ബാർ ഹോട്ടലിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടാ സംഘം അറസ്റ്റിൽ. പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികൾ. ഫോൺ ഉപയോഗിക്കാതെ പ്രതികൾ ഒളിവിലായിരുന്നു. പിടിയിലായത് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ MP വിൻസെന്റിനെതിരെ നടപടിയെടുക്കരുതെന്ന് K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നെന്ന് KC വേണുഗോപാലിനെ അറിയിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ അടിയന്തര നടപടി വേണമെന്നും മുരളീധരൻ. തൃശൂർ DCC-യിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി KPCC നേതൃത്വം. MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റായി താൽക്കാലിക ചുമതല. നിലവിലെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പത്തനംതിട്ട ചിറ്റാറിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിൽ കേസെടുത്ത് പോലീസ്. FIR രജിസ്റ്റർ ചെയ്തത് 4 ദിവസം വൈകി. വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചതിൽ 12 പേർക്കെതിരെ കേസ്. പ്രതികൾ CPM പ്രവർത്തകരെന്നും ആക്ഷേപം.
സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഇന്ത്യ സഖ്യം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായൊരു പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർക്ക് നന്മ വരട്ടെ എന്ന് പറയാനാവില്ല. എന്റെ ആശംസകൾ ഈ രാജ്യത്തിനാണെന്നും മമത. നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്തുണച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും ധാർമ്മികമായും പരാജയം നേരിട്ടുവെന്നും ജയറാം രമേശിന്റെ വിമർശനം. മോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇന്ന് വൈകിട്ട്. രാഹുൽ ഗാന്ധിക്ക് പകരമായി വയനാട്ടിലേക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ വയനാട്ടിലേക്ക്. MP സ്ഥാനം 3 ദിവസത്തിനകം ഒഴിഞ്ഞേക്കുമെന്ന് സൂചന. VIP സംസ്കാരം കാണിക്കാതെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സർക്കാർ ജനങ്ങളുടേതാണ്, ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം. സമൂഹത്തിന്റെ അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടണമെന്നും യോഗി. പരാമർശം മന്ത്രിമാരുടെ യോഗത്തിൽ. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ച് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പോരാളിയാണ്, പോരാട്ടം തുടരും, ഞാൻ എവിടേക്കും ഒളിച്ചോടില്ലെന്നും ഫട്നാവിസ്. പ്രതികരണം BJP MLA-മാരുടെ യോഗത്തിൽ. നീറ്റ് ബിരുദ പരീക്ഷയുടെ ഫലം പുനഃപരിശോധിക്കാൻ 4-അംഗ സമിതി. പരിശോധിക്കുക 1563 പരീക്ഷാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയ നടപടി. UPSCയുടെ നീക്കം മെഡിക്കൽ പ്രവേശന യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കിടെ. T20 ലോകകപ്പിൽ ഇന്ന് അയൽപ്പോര്. ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം രാത്രി 8-ന്. ബോളിംഗിനെ തുണയ്ക്കുന്ന പിച്ചിൽ ടോസ് നിർണായകം.